ഈ കുടല് പൊട്ടുക എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. കുടലിൻ്റെ ഒരു അംശം ഒരു അനുബന്ധ ഭാഗമാണ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് പൊട്ടിയാൽ പഴുപ്പ് നമ്മുടെ ഉദരാശയത്തിനകത്ത് വീഴുകയും അത് മറ്റു ഭാഗങ്ങളോട്ട് വ്യാപിക്കുകയും അത് സെപ്സിസ് ആയിട്ട് മാറുകയും അത് ശരീരത്തിൻ്റെ മൊത്തത്തിൽ അണുബാധയെ ബാധിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ കുടൽ ദ്രവിച്ചിട്ട് പലതരത്തിലുള്ള അങ്ങനെ പ്രയാസങ്ങളുണ്ടാകും. ചിലപ്പോൾ ഗർഭയ്ക്കകത്തിരുന്ന് കുടൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് രക്തം ഓട്ടം കുറഞ്ഞിട്ട് കുടൽ ദ്രവിച്ച് കുടൽ പൊട്ടി നമ്മുടെ ഉദരാശയത്തിനകത്തോട്ട് വീഴും. അതുകൂടാതെ തന്നെ ചിലവർക്ക് ഈ ധമനികൾക്കുണ്ടാവുന്ന ബ്ലോക്ക് കൊണ്ടിട്ട്, ബ്ലോക്ക് കൂടുതലും 2 തരത്തിലുണ്ടാകും. ഒന്ന് ത്രോംബസ് കൊണ്ടിട്ട്, അതായത് അതിനകത്ത് ചെറിയ ചെറിയ കാൽസ്യം ഡെപ്പോസിറ്റുകൾ അടിഞ്ഞിട്ട് അതിനകത്തുള്ള ഓട്ടത്തിന് ബാധിച്ചിട്ട് കുടലിനെ രക്തോട്ട സംബന്ധമായിട്ട് കുടൽ ദ്രവിക്കണമെന്നുണ്ടെങ്കിൽ രക്തോട്ടം അത് പുകലിക്കും. അത് പിന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അതിന് പ്രോക്സിമലായിട്ടുള്ള അതിന് മുന്നേ ഉള്ള ഭാഗം ആരായിട്ട് വീർത്ത് തിന്നായിട്ട് പൊട്ടാം. ഏത് തരത്തിലുള്ള രക്തസ്രാവം ഇല്ലാതായിട്ട് അതിൻ്റെ രക്ത ഓട്ടം ഇല്ലാതായിട്ട് കുടൽ ദ്രവിച്ചിട്ട് പൊട്ടിയതായാലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ മുൻപുള്ള ഭാഗം വീർത്ത് തിന്നായിട്ട് പൊട്ടിയാലും അതിൻ്റെ മറ്റ് ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഈ കുടലിനകത്ത് തന്നെ വരുന്ന നീർവീഴ്ച കൊണ്ടുള്ള ജനിതകമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടിട്ട് ഈ പെർഫറേഷൻ അല്ലെങ്കിൽ കുടൽ പൊട്ടുണ്ടാകും. അതുകൂടാതെ തന്നെ ഈ ചെറുകുടലിൻ്റെ അടിയോടനം ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് അൾസർ ഉണ്ടായിട്ട് അൾസർ ഡീപ്പായി കുടൽ പൊട്ടാം. അതാണ് ഇപ്പം കൂടുതലായിട്ട് കാണപ്പെടുന്ന കുടൽ പൊട്ടീൻ എന്ന് പറയുന്ന സംഭവം. അപ്പം അതുകൂടാതെ തന്നെ ഏതെങ്കിലും കുടലിനകത്ത് ക്യാൻസർ ഉണ്ടായിട്ട് ക്യാൻസർ തന്നെ വലുതായി പൊട്ടാം. അങ്ങനെങ്കിൽ പല തരത്തിലുള്ള കുടൽ പൊട്ടലുകളുണ്ട്. എന്ത് തരത്തിലുള്ള കുടൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമാണ്. അത് അടിയന്തരമായ ശസ്ത്രക്രിയ ചെയ്യാണ്ടാണ്. അത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ അത് മരണം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളും ഉണ്ടാകാം.